ഞങ്ങളിപ്പോൾ അട്ടപ്പാടിയെ അറിയാനുള്ള നടത്തത്തിനിടയിൽ കണ്ട ഒരു കാഴ്ചയാണിത്. എറുമ്പിൻ്റെ കൂട്. ഇതെന്തോ എറുമ്പാണ്? ഇതാണ് കുളവണ്ടി. കൊളവണ്ടി എന്നാണ് ഈ എറുമ്പിനെ നിങ്ങൾ പറയുന്നത്. ഇവൻ കുളം, ഈ ഒരു മരത്തിൻ്റെ മൂട് കിട്ടിയാൽ കുളമാക്കി മരത്തിനെ പുഴുതാങ്ങിടും ഇല്ലേ? അല്ല, ഈ മരത്തിന് ചുറ്റും എന്ന് പറയുമ്പോൾ ഈ മരത്തിന് എന്താ പറയുക, ഒരു പ്രത്യേക ഗന്ധവും മണമൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവരുടേതായ വാസസ്ഥലം കണ്ടെത്തുകയാണ്. അപ്പോൾ ഇത് എന്താ ബ്രിട്ടീഷുകാർ കോട്ട കെട്ടുന്ന മാതിരി അവർക്കായ ഒരു കോട്ടയാണത്. ഇത്രയും ദിവസത്തെ അതാണ് മാസങ്ങളെടുത്താണ് ഈ ഒരു കോട്ട അവർ നിർമ്മിക്കുന്നത്. ഏകദേശം ഒരു മണ്ണുണ്ടാവും ഇത്രയും ഉള്ളിൽ നിന്ന് ഇത്രയും വലിയ കോട്ട കെട്ടാൻ വേണ്ടിയിട്ട്. അതും എന്തുമാത്രം അടുത്തതായി നമ്മൾ കാണുന്ന ഈ പാറക്കൂട്ടം, ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഓരോരുത്തരുടെയും മനോധർമ്മം അനുസരിച്ച്, ഭാവനയ്ക്ക് അനുസരിച്ച് ശില്പങ്ങളോ ചിത്രങ്ങളോ ഒക്കെ ഈ പാറയിൽ നമുക്ക് ദർശിക്കാനാവും. ഇത് പ്രകൃതി തന്നെ കോറിയിട്ട ഒരു പ്രതിഭാസമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ വീണ്ടും മല കയറി ഇവിടെയും ഉറുമ്പിൻ്റെ ചില പരിപാടികൾ മനോഹരമായി. ഇത് എത്ര കഷ്ടപ്പെട്ടാണ് ഈ ഉറുമ്പ് ഈ കോട്ട അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നതെന്ന്. അതും ഇത്രയും ചെറിയ ജീവിയാണത്, പക്ഷേ അത് എത്രയോ മാസങ്ങൾ പണിപ്പെട്ടാണ് ഇത്തരം കോട്ടകൾ അത് നിർമ്മിക്കുന്നത്. അത് ഒരു ഇറമ്പ് പോലും ചുമ്മാ ഇരിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഒരു ഇറമ്പ് പോലും വിശ്രമിക്കുന്നില്ല, അവ നിരന്തരം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അവർ ഈ കോട്ട ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ എത്തി നിൽക്കുന്ന ഈ വിശാലമായ പ്രദേശം തേര് കല്ല് കുളം ദുർഗാമല, ഇങ്ങനെയാണ് അവിടുത്തെ നാട്ടുകാർ ഈ പ്രദേശത്തെ പറയുന്നത്. ഇവിടെ പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രംഗരാമർ എന്ന ഒരു നാടുവാഴി ഭരിച്ചിരുന്നതായി പറയപ്പെടുന്നു. ജില്ലയ്ക്ക് അകത്തും പുറത്തും ഉള്ള ആൾക്കാർ അപൂർവമായെങ്കിലും ഇവിടെ വന്നു പോകാറുണ്ട്. ഇടതൂർന്ന് നിൽക്കുന്ന സസ്യജാലങ്ങളിൽ ബഹുഭൂരിഭാഗവും ഔഷധ
സസ്യങ്ങളാണെന്ന കാര്യമാണ് എന്നോടൊപ്പം സഞ്ചരിച്ച വൈദ്യന്മാർ പറഞ്ഞത്. കുന്നിന് മുകളിൽ എപ്പോഴും നല്ല കാറ്റ് വീശിക്കൊണ്ടേയിരിക്കുന്നു. ഈ കാറ്റിൽ എപ്പോഴും ഉലഞ്ഞു നിൽക്കുന്നത് കൊണ്ടാവാം ഇവിടെ നിൽക്കുന്ന ചെടികളെല്ലാം പൊക്കം കുറവാണ്. നമുക്ക് ഈ പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഗുഹയ്ക്കകത്ത് ഇറങ്ങും പോലെ നമ്മൾ ഇങ്ങനെ താഴേക്ക് ഇറങ്ങണം. അപ്പോൾ ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെ വേണം ഇറങ്ങാൻ. വളരെ സൂക്ഷിച്ച് പിടിച്ച് വേണം ഇതിലെ ഇറങ്ങാൻ. അപ്പോൾ അല്ല കുഴപ്പമില്ല ഇനി പിടിച്ചാലാണ് കുഴപ്പമാണ്. അപ്പോൾ ഇതാണ്, കയറിക്കോ. നീ അങ്ങോട്ട് കയറാൻ പോയാൽ കയറിക്കും. അപ്പം ഞാൻ ഇറങ്ങിയത് നിങ്ങൾ കണ്ടു. ഇനി ആളുകൾ കയറണം കൂടെ കാണണ്ടേ, അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അതാണ്ട് ഈ മരത്തിൻ്റെ ഇടയിൽ കൂടി അങ്ങനെ ഞൊഴഞ്ഞ് കയറണം. അതായത് ഈ പർവ്വതത്തിൻ്റെ മണ്ടയിൽ ഒരു കുളം. അപ്പോൾ ഈ കുളം ആര് ഉണ്ടാക്കിയത്? നമ്മൾ ആ കുളത്തിലേക്കാണ് പോണത്. ഇപ്പൊ പോകാൻ പറ്റില്ല സാറേ, പിന്നെ അത് ഭയങ്കര കാടാണ്. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് എന്തെങ്കിലും. ഈ സ്ഥലത്തിന്റെ മൊത്തം പേര് ഇത് തേർക്കല്ല് മല, മല ദുർഗാമല. അത് നമ്മളെ മറ്റേ നേരത്തെ പറഞ്ഞ നമ്മൾ ആ കുന്നുണ്ടല്ലോ, അതിന്റെ പേരെന്തോ? അവിടെ നമ്മളെ ദൈവത്തിന്റെ മല്ലീശ്വര കുന്നിൽ നിന്ന് എത്ര ദൂരം വരും നമ്മൾ ഇപ്പൊ നിൽക്കുന്ന? അടുത്തുള്ള താഴ്വാരത്തെ ഉൾപ്പെട്ട ഒരു ചെറിയ കുന്ന്. അതായത് മല്ലീശ്വരൻ ആ പർവ്വതത്തിന്റെ അതിന്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ മലയാണ് എങ്ങനെ പേര് കൽക്കുളം ദുർഗാമല എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതായത് ദുർഗ കുളിച്ചിരുന്ന തോണി എന്നാണ് ഇവരുടെ ഒരു വിശ്വാസ പ്രമാണം. അങ്ങനെ ഇവിടെ ഉത്സവമൊക്കെ നടക്കാറുണ്ടോ? പൂജ ഈ പ്രധാനം എപ്പോഴാണ് ആ പൂജ? അപ്പോൾ അതിൻ്റെ ഒരു അവശേഷിപ്പ് ഇവിടെ തന്നെ ഉണ്ട്. ഇതാ കിടങ്ങണ്. ഇനി വേറെ തെളിവൊന്നും വേണ്ട. അതായത് ഇത്രയും ഉൾവനത്തിൽ ഇത് ആരാണ് പണിത് കൊണ്ട് ഇട്ടതെന്ന് നമുക്ക് അറിയണമല്ലോ. എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇതിനെ ചവിട്ടാൻ തന്നെ എനിക്ക് തോന്നണില്ലേ. കാരണം എത്രയോ നൂറ്റാണ്ട് പഴക്കമുള്ള ഈ കല്ല്, ഇത് ഒരു പക്ഷേ ഓവുചാല് പോലെ നമുക്ക് തോന്നുന്നുണ്ട്.
ഒരുപക്ഷെ ഇവിടെ നിന്ന് നീർച്ചാലിൽ നിന്ന് വെള്ളം സംഭരിക്കാൻ വേണ്ടി പണ്ടാരോ ചെയ്ത അതിബുദ്ധി ആയിരിക്കാം. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട്. ഇവിടെ ജനവാസം ഉണ്ടായിരുന്നെന്ന് ഉള്ളതിന് ഉറപ്പാണ്. ജനവാസം ഉണ്ടായിരുന്നു എന്ന് ഉറപ്പാണ്. നമ്മളുടെ ഈ ദുർഗാമല എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു കല്ല് കണ്ടെത്തിയിരിക്കുകയാണ്. ഓവുചാല് പോലെ ഇരിക്കും. അപ്പോൾ അത് നമ്മൾ കണ്ടു. അപ്പോൾ ചരിത്രം എവിടെയും ഇതേപോലുള്ള അവശേഷിപ്പുകൾ നമ്മൾ തിരഞ്ഞാൽ കണ്ടെത്താൻ പറ്റും എന്ന വിശ്വാസം വീണ്ടും ബലപ്പെടുത്തുന്നതാണ് നമ്മളുടെ ഈ കാഴ്ച. അപ്പോൾ നമ്മൾ ചരിത്രത്തിൻ്റെ അവശേഷിപ്പായിട്ടുള്ള ഈ കല്ല് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങോട്ടാണ് പോകാനുള്ളത്? ഇനി ആന കെട്ടുന്ന കല്ല് കാണാൻ. ഇനി ആന കെട്ടുന്ന കല്ലാണ് കെട്ടിരുന്നത്. അതായത് പണ്ട് കെട്ടുന്നത് ആന കിട്ടി എന്ന് പറയപ്പെടുന്ന കല്ല്. എന്തായാലും ആ കല്ല് നോക്കാം. അതായത് ഈ വഴിയെ കുറേ താഴേക്ക് പോയാൽ താഴെ ഒരു കുളമുണ്ടെന്നാണ് പറയുന്നത്. അത് ഇദ്ദേഹത്തിന് നടക്കാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളത് ഒഴിവാക്കുന്നു. അതായത് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ വഴിയേ നടന്ന് അങ്ങ് താഴേക്ക് പോയാൽ അവിടെ ഒരു കുളമുണ്ട്. ആ കുളം എത്ര വിസ്തീർണം വരും? കാട് കയറി കിടക്കണം. ഇപ്പോൾ വെള്ളമില്ല. അല്ല കുറച്ച് കാട് കയറി കിടക്കണം. വെള്ളക്കുറവായി. മരങ്ങളിലൊക്കെ നശിപ്പിച്ചു. വെള്ളത്തിൽ ഇല്ല. മരങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് വെള്ളം എത്രയോ വെള്ളം പാണ്ടിക്കെട്ടിനാണ് മുളപ്പാണ്ടി വെട്ടി അങ്ങോട്ട് ഇങ്ങനെ ആടി നടന്നാൽ കളിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് നടക്കുകയാണ്. നമ്മൾ കുളം കാണാനാണ് പോയത്. പക്ഷേ കുളം കാണാൻ പറ്റിയില്ല. കാരണം അവിടെ അത്രയ്ക്ക് കാടാണ്. മാത്രമല്ല കുത്തിറക്കവും. അവിടെ പോയാൽ നിരപ്പാണ്. കുളത്തിൻ്റെ തേർക്കല്ല് തേരോടുന്ന സ്ഥലമാണ്. അവിടെ കുറച്ച് കുളത്തിൻ്റെ തൊട്ടുള്ളത് തേര് ഓടുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങി വന്ന ആ മുടുക്ക് ആ വാതിലിൽ കൂടെ നമുക്ക് തിരിച്ച് ഇപ്പൊ കുറച്ച് ആദ്യമൊക്കെ ആരംഭലാട്ടൻ്റെനാണ് ഇത്. ആരംഭലാട്ട് രാജാക്കന്മാരുടെ അതാണ് ഒരു സ്ഥലം. രാജാക്കന്മാരുടെ സ്ഥലമാണ് ആദ്യകാലത്ത്. ആദ്യകാലത്ത് ഇത് ഏത് രാജാക്കന്മാരെന്ന് പറഞ്ഞേ? ആരംഭലാട്ടൻ. ആരംഭലാട്ടൻ്റെ ആണത്. ആരംഭലാട്ടൻ. ക്യാമറ ശ്രദ്ധിച്ചോളെ. കൈ പിടിക്കണം സാറേ. വേണ്ട, നിങ്ങൾ പിടിക്കണ്ട. പയ്യ അഡ്ജസ്റ്റ് ചെയ്ത് കയറാം. ചെരുപ്പ് തെറ്റോ? അതാണ് ഞാൻ ചവിട്ടി ഉറപ്പിക്കുന്നത്. സാറ് ഇങ്ങനത്തെ ചെരുപ്പിടാൻ പാടില്ല. സാറ് മര കൂടെ ഒന്ന് കൈ കാർ സാറേ. കൈ ഞാൻ ഇതിൽ പിടിച്ച് കയറാം. മതി. കാണുന്നത് വെട്ടി. ഇത് ഒരുപാട് വളരണ മരം അല്ലല്ലേ? ഇതിന് ഇത് പൂവാണ് കായാണ്? പൂത്തി ഉറങ്ങിയത്. താഴെ അതായത് നമ്മളിപ്പോ കാണുന്നത് മറ്റേ നായ്ക്കുർണ എന്ന് പറയുന്ന പൂവാണ്. അതിൻ്റെ പൂവാണ്. ഇത് വെള്ളം ചൊറിയണതാണ് എന്നാണ് വൈദ്യരിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നായ്ക്കുരുണ
ഈ നായ്ക്കുറമ കൃഷി ചെയ്യുന്നുണ്ട്. അതായത് മറ്റേ സംഭവം കഴിക്കാത്തവർക്കൊക്കെ മരുന്നുണ്ടാക്കാൻ വേണ്ടി ചേർക്കുന്ന വൈദ്യന്മാർ പറഞ്ഞു. ഇതിന്റെ പൂവും കടിക്കുമോ? അടിക്കും കടിക്കുമോ? അടിക്കും അട്ടേക്ക് ചെയ്തില്ല. ഇത് ചൊറിഞ്ഞാൽ അതിന്റെ പ്രതിനിധിതരാണ്. അപ്പോൾ നമ്മൾ നടന്ന് വന്ന് ഇപ്പോൾ നമ്മൾ ചെന്ന് എത്തി നിൽക്കുന്ന പണ്ട് ഇവിടെ ജനവാസ കേന്ദ്രമായിരുന്നപ്പോൾ ഇവിടെ ആന, അതായത് പഴയ ഏത് രാജാവിൻ്റെ അധീനതയിലായിരുന്നു ഈ പ്രദേശം. ഇത് ഏത് രാജാവിൻ്റെ അധീനതയിലെന്ന് പറഞ്ഞ് പറയാൻ പറ്റില്ല, അതറിയില്ല. അറിയില്ല. എന്നാലും പറഞ്ഞു കേട്ടുള്ള അറിവ് എങ്ങനെ? കേട്ടിട്ടുള്ള അറിവ് ഇത് രംഗരാമരാണ് നടത്തിരുന്നതെന്ന് പറഞ്ഞു. രംഗരാമൻ എന്ന് പറയുന്ന ഒരു നാടുവാഴി ആണ് ഇതിന്റെ അധീനതയിൽ ഇരുന്നത് എന്ന് പറയപ്പെടുന്നു. അപ്പം അദ്ദേഹത്തിന്റെ അന്ന് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന്റെ ഒക്കെ ഒരു അവശിഷ്ടമായിരിക്കും നമ്മൾ അവിടെ കണ്ട കല്ലെന്ന് നമുക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ നടന്നു വന്നെത്തിയത് നമ്മളിപ്പം ഇങ്ങനെ ഈ കല്ലിലാണ്. ഈ കല്ലിന് ഒരു പ്രത്യേകത ഉള്ളത് ഇതാണ്ട് ആനയെ കെട്ടിയ കല്ലാണ്. ഇതിൻ്റെ അടിഭാഗം ആന ചങ്ങലയൊക്കെ വലിച്ച് ഉരഞ്ഞുരഞ്ഞ് ഇങ്ങനെ ഒരു പ്രത്യേക ഷേപ്പിൽ ഇരിക്കുകയാണ്. ഇത് അതായത് ഇപ്പോൾ ഞാൻ വിഴിഞ്ഞത്ത് പോയപ്പോൾ കപ്പലിനെ കെട്ടാൻ വേണ്ടി നങ്കൂരം ഇടിക്കാൻ വേണ്ടി ഒരു തൂണ് നിർത്തിയിട്ടുണ്ട്. അത് ഏതാണ്ട് ഇതേപോലെ നമുക്ക് തോന്നത്തക്കവണ്ണം, ഇത് കല്ലായതുകൊണ്ട് അതുപോലെ ഷേപ്പില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതിൻ്റെ ഷേപ്പ് കണ്ടാൽ ഇത് ആനയെ കെട്ടിയ കല്ലല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിന് തുല്യമായിട്ട് തന്നെ ഞാൻ ആ കപ്പലിന് നങ്കൂരമിടുന്ന ആ തൂണിന് ഞാൻ കാണിച്ചു തരാം. അപ്പോഴേ അതും ഇതുമായിട്ടുള്ള സാമ്യം കാഴ്ചക്കാർക്ക് മനസ്സിലാവുകയുള്ളൂ. നമ്മളുടെ വിഴിഞ്ഞം തുറമുഖത്ത് കപ്പൽ നങ്കൂരമിടുമ്പോൾ അതിനെ കെട്ടിയിടുന്ന തൂണാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആനയെ കെട്ടി ഇടുന്ന കല്ല്